ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ കടലക്കറിയും പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിത് കടലയൊക്കെ കഴുകിയെടുത്തു, ഇന്നലെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, പിന്നെ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളൊന്ന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം. ബാക്കിയെല്ലാം നമുക്ക് എന്നിട്ട് പിന്നെ ചേർക്കാം. ഇപ്പോൾ കുക്കറിൽ വേവിക്കാൻ വെച്ചു. ഇനി നമുക്ക് 2 സവോളയും വെളുത്തുള്ളിയും 1 കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും കൂടി കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം അരിഞ്ഞെടുത്ത എല്ലാം കൂടി നമുക്കിനി ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കണം. അതിന് നമ്മൾ പാം ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. പാം ഓയിൽ ഒഴിച്ച് നമുക്ക് കടുക്, പിന്നെ പെരുംജീരകം, വലിയ ജീരകം, അതുപോലെ വറ്റൽമുളക്, പിന്നെ കറിവേപ്പില ഇടണം. എല്ലാം കൂടി ഇട്ട് അത് നല്ലപോലെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ ഒന്ന് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടൊന്ന് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പൂരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സവോള ഇച്ചിരി മൂത്ത് പോയി. ഇനി നമുക്ക് അതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കണം, അതുപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, അതാണ് നമ്മളിന്ന് ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കാം. ഒന്ന് മൂക്കണം, അത് നല്ലപോലെ മൂക്കട്ടെ, നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നല്ലപോലെ മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം, ആ വെള്ളത്തിൽ അതൊന്ന് തിളച്ച് സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി ഒന്ന് അതിനൊന്ന് മയം വരണം, ഒന്ന് കൊഴുത്ത് വരണമല്ലോ നമുക്ക് കറി. അപ്പോൾ അത് നമുക്കൊന്ന് തിളയ്ക്കാൻ വെക്കാം. നല്ലപോലെ തിളച്ച് കഴിഞ്ഞപ്പം ഇത് കണ്ടോ വറ്റിച്ചെടുത്തു നമ്മൾ അതിനെ. ഇനി നമുക്ക് ആ കടല വേവിച്ച വെള്ളവും കുറച്ച് കടലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ തിളച്ച് പാകത്തിന് വെള്ളം വറ്റിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ചൊരു പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമായിരിക്കും. ഇപ്പോൾ നമ്മുടെ കടലക്കറി നമ്മുടെ പാകത്തിന് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഒരാൾ സഹായിക്കാൻ വന്നതായി കാണുന്നത്. ചപ്പാത്തി പരത്തി വെച്ചതെല്ലാം വീണ്ടും എടുത്ത് പരത്തുന്നു. അപ്പോൾ ഇനി നമുക്ക് പൂരിയാണ് കേട്ടോ. പൂരി ഉണ്ടാക്കാൻ എണ്ണ തിളക്കട്ടെ. അപ്പോൾ ഇതേ നമ്മുടെ കടലക്കറി നമ്മുടെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ പൂരി ഇട്ടു. ഇന്ന് പൂരിയാണ് ബ്രേക്ക്ഫാസ്റ്റ്, പൂരിയും കടലക്കറിയും. അപ്പോൾ അതവിടെ ആകട്ടെ.
അപ്പോൾ ഇതേ കടല നല്ലപോലെ വറ്റി വന്നല്ലോ, നമ്മളത് ഓഫ് ചെയ്ത് നമ്മുടെ പാകത്തിനാക്കി. അപ്പോൾ ഇനി പൂരിയും കടലക്കറിയും കൂടി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തേക്കാം അല്ലേ. ഒരാൾ കുറേ നേരമായിട്ട് വന്ന് നിൽക്കുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. പൂരിയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല ആവേശമാണ്, പൂരി ചപ്പാത്തിയൊക്കെ ആണെങ്കിലും. അപ്പോൾ ഇതേ നമ്മുടെ പൂരിയും കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.